അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു സാധനത്തിനെ കുറിച്ചാട്ടോ. ഇത് നമുക്കറിയാം BP നോക്കുന്ന സാധനമാണെന്നുള്ളത്. വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാൻ പറ്റും. അത് അതിന്റെ പ്രത്യേകത. അപ്പോ ഇത് വീട്ടിലുണ്ട് പല ആളുകളുടെയും, പക്ഷെ ഇത് നോക്കുന്നത് തെറ്റാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് അധികം ആളുകളും നോക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ BP കൂടുതലുണ്ടോ കുറഞ്ഞിക്കണോ എന്നൊന്നും നമ്മൾ ശരിക്കും മനസ്സിലാവൂല. നമ്മൾ കിട്ടുന്ന റീഡിങ് തെറ്റായിട്ടാണ് ഉണ്ടാവുക. BP ഉള്ളവർ വീട്ടിൽ ഇങ്ങനത്തെ ഒന്ന് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. കാരണം BP കൂടുന്ന സമയത്ത് ഒരു 50% ആളുകളിലും കാര്യമായിട്ട് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് BP നോക്കി കഴിഞ്ഞാല് നമുക്കിത് കൂടുന്നുണ്ടോ, നമ്മൾ കഴിക്കുന്ന മെഡിസിൻ ഒക്കെ കറക്റ്റ് ആണോ, അത് ഏൽക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് വാങ്ങണം എന്നുള്ള. ഞാൻ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതിന്റെ ലിങ്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് താഴെ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് പോകാം, എങ്ങനെ നമുക്ക് BP നോക്കാന്നുള്ളത്. BP നോക്കാൻ വേണ്ടി ഓടിച്ചെങ്ങനെ ഈ സാധനം ഫിറ്റ് ചെയ്തിട്ടാണ് നോക്കുകയല്ലേ വേണ്ടത്. അതിന് കുറച്ച് നിബന്ധനകളുണ്ട്. ഫസ്റ്റ് നോക്കാൻ തുടങ്ങിയതിൽ തന്നെ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓടിക്കതിച്ച് വന്ന് BP നോക്കാണ്ട് ഒരു 5 മിനിറ്റ് ഒക്കെ റിലാക്സ് ചെയ്തിട്ട് ഇരുന്നിട്ട് വേണം BP നോക്കാനായിട്ട്. രണ്ടാമത്തെ, നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ടോ പുക വലിച്ചിട്ടോ കോഫിയോ ചായ ഒക്കെ കുടിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ BP നോക്കുക. അതല്ലെങ്കിൽ നമുക്ക് BP കൂടുതലായിട്ട് കാണിക്കുന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, മൂത്രമൊഴിക്കാൻ മുട്ടുന്ന അവസ്ഥയിൽ പോയിട്ട് BP നോക്കാൻ പാടില്ല. അതും BP കൂടുതലായിട്ട് കാണിക്കാൻ സാധ്യത. നാലാമത്തെ വിഷയം, നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾ BP നോക്കരുത്. അങ്ങനെ നോക്കുമ്പോൾ BP കുറച്ച് കുറഞ്ഞതായിട്ടാണ് കാണിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ BP നോക്കാൻ വേണ്ടിയിട്ട് ഒരു കസേരയിൽ ഇരിക്കുക, സോഫയിൽ ഇരിക്കേണ്ട കേട്ടോ. അത് ഒഴിവാക്കുക. അത് വളഞ്ഞിട്ടാണ് രക്തമൊക്കെ വരിക. അപ്പൊ നിങ്ങൾ കസേരയിൽ നേരെ ഇരിക്കുക. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് കൈ ഇതേപോലെ ഒരു മേശന്റെ പുറത്തേക്ക് വെക്കുക. ആ മേശ പറ്റ താഴ്ന്നതാവരുത്. അഥവാ ഏകദേശം ഒരു ഹാർട്ടിന്റെ ഹൈറ്റ്, നമ്മളെ ഹാർട്ട് എവിടെയല്ലേ ഉള്ളത്, ഈ ഒരു ഹൈറ്റിൽ കൈ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ കൈ വെക്കണം. ഇനിയാണ് നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ തൽക്കാലം സുഖത്തിന് വേണ്ടിയിട്ട് ഈ കയ്യിലേക്ക് മാറ്റിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് സംശയം ഏത് കയ്യിലാണ് നോക്കുന്നത്. പല ആളുകൾക്കൊരു സംശയം, രണ്ട് കയ്യിൽ നോക്കിയാലും കുഴപ്പമില്ല, രണ്ടും സെയിം റീഡിങ് തന്നെ ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് BP നോക്കുന്ന ആളാണെങ്കിൽ രണ്ട് കയ്യിലും ഒന്ന് നോക്കണം. കാരണം ചില ആളുകളിൽ കണ്ടിൽ ഡിഫറൻസ് വരാറുണ്ട്. അത് ഒരു നോർമൽ 10ന്റെ ഡിഫറൻസ് ഒക്കെയാണ് കുഴപ്പമില്ല. 10ന്റെ അധിക ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് എന്ത് ചെയ്യണം, ഡോക്ടറോടൊന്ന് സൂചിപ്പിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സാധനം, ഇതിനെ കഫ് എന്നാണ് വിളിക്കുക. ഈ സാധനം നമ്മൾ കെട്ടുമ്പോഴാണ് അധികം ആളുകൾക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്. നമ്മൾ നേരെ എന്ത് ചെയ്യും, ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കയറ്റും ഡ്രസ്സിന്റെ മുകളിലൂടെ. ഈ ഡ്രസ്സിന്റെ മുകളിലൂടെ കയറ്റുന്ന റീഡിങ്ങിൽ വ്യത്യാസം വരുത്തുന്നുള്ള ഒരു രക്ഷയില്ല. പൊന്തിക്കാനെന്നൊക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അതിന്റെ മുകളിലൂടെ കെട്ടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോ ഇതെങ്ങനെ കെട്ടേണ്ടതെന്നറിയോ, ഈ വയറ് കണ്ടോ താഴത്തേക്ക് നിൽക്കുന്നത്, ഇത് ഇതേപോലെ തന്നെ താഴേക്ക് തന്നെ വരണം. ചില ആളുകൾ ഇങ്ങനെ കൊണ്ടുപോയി ഈ മോൾക്ക് ഇങ്ങനെ ആവരുത്. ഇത് താഴേക്കുള്ള രീതിയിൽ നമ്മൾ കൈയിന്റെ ഡ്രസ്സൊക്കെ മുകളിലേക്ക് പൊന്തിച്ച് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ കൂടെ കെട്ടുക കേട്ടോ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടുമ്പോ ശ്രദ്ധിക്കേണ്ടത് നോക്കി, ഇതിപ്പോ നമ്മളെ വയറ് താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം പല ആളുകളും ശ്രദ്ധിക്കാത്തത്, ഇത് കൊണ്ടുപോയിട്ട് ഈ ജോയിന്റിലാണ് കെട്ടും. ഈ ജോയിന്റിന്റെ അകത്ത് കെട്ടും. അങ്ങനെ ചെയ്യരുത്. കുറച്ച് മുകൾക്ക് നമ്മൾ ഈ എൽബോ ജോയിന്റിൽ നിന്ന് 2 വിരല് അവിടെ വെക്കാനുള്ള ഗ്യാപ്പ് വേണം. 2 വിരല് വെക്കാനുള്ള ഗ്യാപ്പിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ടൈറ്റ് ചെയ്യാൻ. ഇത് ടൈറ്റ് ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓവർ ടൈറ്റ് ആവരുത്, എന്നാൽ പറ്റ ലൂസും ആവരുത്. ഇതിന്റെ അടിയിൽ ഒരു 2 വിരൽ ഇങ്ങനെ കയറി നിൽക്കാനുള്ള ഗ്യാപ്പ് വേണം. 2 വിരൽ നമുക്ക് ഇതിന്റെ അടിയിലേക്ക് കയറ്റാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ അടങ്ങിയിരിക്കണം. പിന്നെ ഓടി നടക്കുക, വെറുതെ ഒച്ച ഉണ്ടാക്കി വർത്താനം പറയാ, അതൊന്നും വേണ്ട. എന്നിട്ട് ഇതിൽ കണക്ട് ചെയ്യുക. BP അപ്പാരറ്റസ് കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വളരെ കൂളായിട്ട് ഇരിക്കുക. ഇവിടെ ചില ആളുകൾ ചെയ്യുന്നത് ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇതിങ്ങനെ പിടിക്കും. മറ്റേ ബ്ലഡ് എടുക്കാൻ പോകുന്ന മാതിരി. അവിടുന്ന് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടാവും അവന്റെ ബ്ലഡ് ടൈറ്റ് ആക്കി പിടിക്കാനൊക്കെ. പക്ഷെ അത് ഇവിടെ വേണ്ട കേട്ടോ. ഇവിടെ നമ്മൾ ലൂസാക്കി പിടിക്കണം. ലൂസാക്കി പിടിച്ചാല് കറക്റ്റ് ആയിട്ട് ആ മസിലൊക്കെ ലൂസായി നിൽക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ BP നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റേ ഹെൽത്തി.